വാട്സാപ്പിൽ പ്രധാനമന്ത്രിയുടെ കിസാൻ യോജന പദ്ധതിയുടെ പേരിൽ സന്ദേശമയച്ച് ഹാക്കിംഗ് കുരുക്ക്. കുടുംബ ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് തുറന്നതോടെ മലപ്പുറം മേലാറ്റൂർ സ്വദേശിയുടെ വാട്സാപ്പ് ഹാക്കായി. പിന്നാലെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം തട്ടാനും ശ്രമം. മലപ്പുറത്ത് നിന്ന് മുഹമ്മദ് ഷംസീറിന്റെ റിപ്പോർട്ട്. എന്താണ് ഇതിന്റെ തുടക്കം? ആക്ച്വലി ഇത് നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലാണ് ഇങ്ങനെ ഒരു ഫയൽ വന്നത്, PM കിസാൻ യോജന എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന പെങ്ങളാണ്. എന്തായാലും ഇത് സീരിയസ് മാറ്റർ ആയിരിക്കും എന്ന് കരുതി നമ്മളത് തുറന്നു നോക്കി. തുറന്ന സമയത്ത് കുറേ കോളംസ് ഒക്കെ ഫില്ല് ചെയ്യാണ്ട്, നമ്മളെ പേര്, ആധാർ നമ്പർ, അക്കൗണ്ട് നമ്പറൊക്കെ. അപ്പം ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളോട് പറഞ്ഞു ഇതെന്തോ ഫ്രോഡ് പരിപാടിയാണ്. അങ്ങനെ ആ കാര്യം ഞാൻ വിട്ട് അത് ഒഴിവാക്കി, വിഷയം ഒഴിവാക്കി. കുറച്ച് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് എനിക്ക് OTP വന്നു എൻ്റെ ഫോണിലേക്ക്, വാട്സപ്പ് റീസെറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ തുറന്നു നോക്കുന്ന സമയത്ത് നമ്മൾ വാട്സപ്പ് കാണുന്നില്ല. അപ്പോൾ ഞാൻ ആ OTP വെച്ച് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ആക്സസ് കിട്ടുന്നില്ല. പിന്നെ നമുക്ക് വീണ്ടും ഇതിലേക്ക് ഇങ്ങനെ വരികയാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഫോണ് നെറ്റ് ഓഫാക്കി നമ്മൾ വേറെ ഫോണിൽ നിന്ന് ഞാൻ ഓൺലൈനിലുണ്ടോ ചെക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ഓൺലൈനിൽ കാണുന്നുണ്ട്. അതിലേക്ക് നമ്മൾ വീഡിയോ കോളും മറ്റു കോളൊക്കെ ചെയ്തു. അതൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഫസ്റ്റ് കാണുന്നത് നമ്മൾ അതാണ്. അപ്പോൾ ഞാൻ കരുതുന്നത് വാട്സപ്പ് ഹാക്കിംഗ് മാത്രമായിരിക്കും എന്ന് ഞാനത് ആ വിഷയം വിട്ടു. കുറച്ച് കഴിഞ്ഞ സമയത്ത് നമുക്ക് പിന്നെ OTP വരുന്നത് നമുക്ക് Paytm എന്നാണ്. Paytmൽ ഞാൻ ആദ്യം യൂസ് ചെയ്യാത്തൊരു ആപ്പാണ്. Paytm ഇത് വന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് എന്തോ ഫോൺ ടോട്ടലി ഇവർ ആക്സസ് ചെയ്യുന്നുണ്ടെന്നില്ല. അത് കഴിഞ്ഞ് നമുക്ക് ഫോൺ പേന്ന് മെസ്സേജ് വന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് ഫോൺ പേയിൽ ലോഗ് ഔട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ അതിൽ ആൾ ഡിവൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് പിന്നെ കൊടുത്ത് അപ്പോൾ തന്നെ എനിക്ക് ഡൗട്ട് ഇനിയിപ്പോൾ ഇത് ഹാക്കേഴ്സിൻ്റെ വല്ല പണിയാന്ന് എഴുതിയിട്ട് കസ്റ്റമർ കെയർ വിളിച്ച് കൺഫേം ആക്കി. അത് അവരെ കസ്റ്റമർ കെയർ തന്നെയാണ്. ഫസ്റ്റ് ഉണ്ടായ സംഭവം അതാണ്. അപ്പോൾ ഇവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ അതിന് പുറമെ തന്നെ അത് കഴിഞ്ഞ ഉടനെ എനിക്ക് ഒരുപാട് കോൾസ് വന്നു പല സ്ഥലങ്ങളിലായിട്ട്. എൻ്റെ ഫോണിലേക്ക് ഒരുപാട് കോൾസ്. എന്താണ് ഷാനു നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എല്ലാ ഗ്രൂപ്പിലും. അപ്പോൾ ഇവർ ഫസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ആദ്യം ഈ ഒരു ആപ്പ് വഴി നമ്മുടെ ഡിവൈസിലേക്ക് പ്രവേശിക്കുകയും അതിനുശേഷം നമ്മൾ വാട്സപ്പിലേക്ക് ഒരു കയറി വാട്സപ്പ് അവർ കയ്യിലാക്കും. അതിനുശേഷം നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രൈമറി എല്ലാ ഗ്രൂപ്പുകളിലേക്ക് ഇൻഡിവിജ്വൽസിന് അധികം അവർ വിടണമെന്നില്ല. പിന്നെ ഗ്രൂപ്പിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവല്ലോ. അപ്പോൾ എൻ്റെ ഫോൺ ബിസിനസ് ഫോൺ ആയതുകൊണ്ട് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. എല്ലാ ഗ്രൂപ്പിലും ഇവർ പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഓഫീസിൽ വിളിച്ചിട്ട് പറഞ്ഞു ഒരു റൈറ്റപ്പ് ചെയ്തുണ്ടാക്കിയിട്ട് എല്ലാ ഗ്രൂപ്പിലേക്കും റീപോസ്റ്റ് ചെയ്യണം. കാരണം ഞാനല്ലാത്ത ഒരു അഡ്മിൻ ഉണ്ട്, ആരോടും ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ ക്ലിക്ക് ചെയ്ത ആൾക്കാർക്കൊക്കെ ഇത് സംഭവിക്കുകയും ചെയ്തു. പിന്നെ സ്റ്റാഫിനെ സംഭവിച്ചു. പിന്നെ അപ്പോൾ ഫസ്റ്റ് ഇവർ ചെയ്യണതാണ്. പിന്നെ അതിന് ശേഷം അവർ ഈ ഒരു മെസ്സേജ് എല്ലാവർക്കും വൈറലാക്കിയ ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫോണിൽ എന്തൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഫോണിൽ കുറേ ബാങ്കിങ് ആപ്പുകളുണ്ട്. ആ ആപ്പിലേക്ക് കയറി അവർ സത്യം പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഒരു ട്രാൻസാക്ഷൻ അവർ ശ്രമിക്കുന്നത്. പക്ഷേ നമ്മൾ പെട്ടെന്ന് തന്നെ അലർട്ടായി ഞാൻ എല്ലാ കസ്റ്റമർ കെയറെ വിളിച്ചു. അതിനുശേഷം നമുക്ക് UPI ബ്ലോക്ക് ചെയ്യാൻ പറ്റി. പെങ്ങളുടെ ഫോണിൽ നിന്നാണല്ലോ ഗ്രൂപ്പിലേക്ക് വന്നതായി കണ്ടത്. അതായത് പെങ്ങളെ ഫോണും ഹാക്കായെന്ന് അർത്ഥം. പെങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം സംഭവിച്ചിരുന്നോ? ഫോണില് മറ്റു ആപ്പുകൾ ഹാക്ക് ചെയ്യുകയോ മറ്റോ? അത് ഞാൻ അന്വേഷിച്ചു പെങ്ങൾക്ക് ഇത് എങ്ങനെ കിട്ടിയെന്നുള്ളത്. ആ പെങ്ങൾക്ക് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ഗ്രൂപ്പിൽ നിന്നാണ്. പെങ്ങളെ മോൻ പഠിക്കുന്ന സ്കൂൾ ഗ്രൂപ്പിൽ നിന്നാണ്. അപ്പോൾ ഇത് ആരും സ്വയം ഇടുന്നതല്ല. അത് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മളെ ഫോണ് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഹാക്കാവും. ഹാക്കായ ശേഷം ഈ ഹാക്കേഴ്സ് എന്ത് ചെയ്യും, അത് കോപ്പി എടുത്തിട്ട് നമ്മളെ ഗ്രൂപ്പിൽ എന്തൊക്കെ ഉണ്ട് ആ ഗ്രൂപ്പിലേക്ക് ഇത് പോസ്റ്റ് ചെയ്യും. ഇതവർ ചെയ്യുന്നത്. മാത്രമല്ല നിങ്ങൾ ഗൂഗിൾ പേയിലും Paytmലും ഉൾപ്പെടെ റോങ് പിന്നടിച്ച് പൈസ വിഡ്രോ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അല്ലേ? അതെ, റോങ് പിന്നടിച്ച് ശ്രമിച്ചു. അവസാനത്തെ ഒരു അറ്റംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഗസ് ചെയ്യാണ്. OTP ബ്രോയ്ക്കായി അവർ ഗസ് ചെയ്ത് നമ്മളെ ഗൂഗിൾ പേയിലും ഫോൺ പേയിലും നമ്മളെ ബാങ്കിങ് ആപ്പുകളിലൊക്കെ റോങ് നമ്പർ അടിച്ച് 3 തവണ അറ്റംപ്റ്റ് ചെയ്ത സമയത്ത് എല്ലാ അക്കൗണ്ടുകളും 24 hours ബാനായി. അതാ സംഭവിക്കും. പിന്നെ അറ്റംപ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. വലിയ ജാഗ്രത നമ്മൾ പുലർത്തണം. ഇത് നിയന്ത്രിക്കേണ്ടവർ അതിനുവേണ്ട മുൻകരുതലുകളും ആളുകളിലേക്ക് എത്തിക്കുക കൂടി വേണം. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ 1 മലപ്പുറം.